ഹായ് ഹലോ എവരി വൺ, ഇറ്റ്സ് മീ അമീൻ കേരി. നമുക്കിനി ഈ ഡ്രാമയുടെ കഥയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഡ്രാമ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോവാണ്. ഇതിനൊരു വ്യൂ കുറവാണ്. സോ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയാം. എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ നിങ്ങൾ ഒട്ടും ബോറടിപ്പിക്കാതെ ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടിലേക്ക് കിടക്കാം. സെക്കൻഡ് പാർട്ടിൻ്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ നമ്മുടെ ഈ ഒരു സെൻകോ, അതായത് നമ്മുടെ അയൂമി, ഇനി ഇത് തന്നെയാണ് എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ സെൻകോയുടെ ആ ഒരു ശരീരത്തിൽ വരുത്താനായിട്ട് ശ്രമിക്കണം. അതിന്റെ ഭാഗമായിട്ട് ഇതേപോലെ തല ഇങ്ങനെ ഈരിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, മുടിയൊക്കെ ഒതുക്കി വെക്കുന്ന സമയത്ത് അമ്മ പെട്ടെന്ന് വന്നിട്ട് ഇതെന്റെ ചീപ്പാന്ന് പറഞ്ഞാൽ തട്ടിപ്പറിച്ചു. അങ്ങനെയാണ്. അപ്പോൾ എന്റെ ചീപ്പോ, നിനക്ക് ചീപ്പോ, നീ കോമഡി പറഞ്ഞാണാ, നിന്റെ ആ ഒരു മുടി ഈരി വെച്ചാലും നിന്റെ മോന്ത മാറ്റാൻ പറ്റില്ല എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ ഈ ഒരു അയൂമി, അതായത് സെൻകോയുടെ ശരീരത്തിലുള്ള അയൂമിന് വളരെ മോശമായിട്ട് ഇതേപോലെ എന്താ പറയുക, മനസ്സിനെ തളർത്തിക്കളയുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്തതിനാൽ നമ്മുടെ അയൂമിയുടെ ശരീരത്തിലുള്ള സെൻകോ ആണെങ്കിൽ ഇതേപോലെ കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് ആകെ ടെൻഷനിൽ നടന്നുകൊണ്ടാണ്. വേറൊന്നുമല്ല, നമ്മുടെ കാക്ക പറഞ്ഞല്ലോ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞത്. അതെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനിൽ ഇങ്ങനെ പോണേണ്. അപ്പോൾ നമ്മുടെ കോശ്ര അവിടെ നിന്നിട്ട് വിളിക്കുന്നുണ്ട്. ബട്ട് ഇവളാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ പോണാണ്. വീണ്ടും വീണ്ടും നമ്മുടെ കോശ്ര അടുത്തൊന്ന് വിളിക്കുമ്പോഴാണ് ഇവളതെല്ലാം കേൾക്കുന്നത്. ശേഷം എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ ഈ ഒരു സെൻകോയും പേടിച്ചു പോണാണ്. കാര്യം കാക ഇനിയെല്ലാം കോശ്ര അടുത്ത് പറഞ്ഞെന്ന് വിചാരിച്ച്. നമ്മുടെ കോശ്ര ആണെങ്കിൽ നമ്മുടെ ഈ ഒരു സെൻകോ, അയൂമിയുടെ ശരീരത്തിലുള്ള സെൻകോ, ഇനി ഞാൻ അയൂമി എന്നല്ല പറയുന്നത്, സെൻകോ എന്നായിരിക്കും പറയുന്നത്. അത് അയൂമിയുടെ ശരീരത്തിലുള്ള സെൻകോന. അതേപോലെ തന്നെ നമ്മുടെ ശരിക്കുള്ള അയൂമിനെ അയൂമി എന്നും പറയും. കൺഫ്യൂഷൻ ആയി പോകരുത് നിങ്ങൾക്കും എനിക്കും. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാട്ടോ, നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ നമ്മുടെ ഇതേപോലെ കോശ്രോ ഒരു ഇരുട്ടായ റൂമിലേക്ക് കൊണ്ടുവന്നേക്കാണ്. ശേഷം ചോദിക്കുന്നതാണ്, നിനക്ക് പേടിയാവുന്നുണ്ടോന്ന്. അപ്പോൾ അവളാണെങ്കിൽ, നീ അടുത്തുള്ളത് കൊണ്ട് എനിക്ക് പേടിയെന്ന് പറയുന്ന സംഭവം പോലില്ല എന്ന് പറഞ്ഞ് അവനെ അഗീനാണ്. അതേസമയം നമ്മുടെ ശരിക്കുള്ള അയൂമി ആണെങ്കിൽ വളരെ ശോകത്തോടുകൂടി നടന്നു വരുമ്പോൾ നമ്മുടെ കാക്ക പുറകിൽ നിന്ന് അവളോട് തലക്കൊരടി വെച്ച് കൊടുക്കുകയാണ്. കാക്കയോടൊപ്പം അവളവിടെ കളിച്ച് തിരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാക്കയാണെങ്കിൽ ഈ ഒരു ഹെയർ പിന്ന് കണ്ടോ, ഹെയർ ക്ലിപ്പ്, ഈ ഒരു സംഭവം കടയിൽ പോയിട്ട് എവിടെയും കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ തിരി നൈസായിട്ട് അടിച്ചടി കൊണ്ടുവന്നത്. ഇത് നീ വെച്ചോ, ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞ് തലയിൽ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ അയൂമിയും ചിരിക്കാൻ തുടങ്ങുകയാണ്. ഓഹോ, എനിക്ക് ഇഷ്ടപ്പെട്ടല്ലേ, എന്നാൽ വേറൊരു സംഭവം കൂടി തരാമെന്ന് പറഞ്ഞ് കവളത്ത് പിടിച്ചിട്ട് ഇങ്ങനെ പിച്ചനാണ്. ആന്ന് പറഞ്ഞ ഒച്ചയുണ്ടാക്കിയിട്ട് നമ്മുടെ കാക്കയെ തല്ലാനായിട്ട് ഓടണാണ്. സോ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ അയൂമി ശരിക്കും മനസ്സിലാകുന്നത്, കാക മാത്രമാണ് എന്നെ മനസ്സിലാക്കുന്നത്. അവനെന്ന എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. ആ ഒരു ഫ്രണ്ട് അവനിന്നില്ല എങ്കിൽ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവനിലൂടെ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നെല്ലാം അവൾ മനസ്സിലാക്കണാണ്. ശേഷം ഇവർ ഇതേപോലെ അവിടത്തെ കഴിയുമ്പോൾ നമ്മുടെ കാകയാണെങ്കിൽ ചോദിക്കുന്നതാണ്, എങ്ങനെയാണ് ബോഡി ഷിഫ്റ്റിങ് നടന്നത്, എവിടെ വെച്ചാണ് നടന്നത്, ഇനി എങ്ങനെയാണ് അതിലേക്ക് തിരിച്ച് നിന്റെ ബോഡിയിലേക്ക് തന്നെ പോകാൻ പറ്റണതെന്ന് നിനക്കറിയാമെന്നെല്ലാം ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും ഒന്നും അറിയത്തില്ല. സോ നമ്മുടെ കാക്കയാണെങ്കിൽ സ്ഥലം അറിയുമെന്ന് നോക്കുമ്പോൾ അവനും ഇതേപോലെ ഒരു വലിയൊരു ബിൽഡിങ്ങിന്റെ മേളിൽ നിന്ന് സെൻകോ ചാടി ആ സമയത്താണ് ഇങ്ങനെ നടന്നതെന്നെല്ലാം പറഞ്ഞാണ്. അപ്പൊ കാക്കയാണെങ്കിൽ ബോഡി മണ്ടി ഇതേപോലെ താഴേക്ക് ചാടി വീണതിനെ ബോഡി ഷിഫ്റ്റിങ്ങോ അതിന് വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാവുന്നെല്ലാം പറഞ്ഞാണ്. ശേഷം ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് ആ ഒരു ലേഡി ഉണ്ടല്ലോ, ആ ഒരു കിളിയുടെ പോസ്റ്ററായിട്ട് വന്ന ആ ലേഡിയുടെ ഫീസ് അവിടെ കാണിക്കുന്നത്. ആ ലേഡി ആണെങ്കിൽ ഇവർ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. കാക്കയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവള് അവിടെ നിന്ന് ചാടിയപ്പോൾ നീ എന്തായി നന്നായി ബോഡി ഷിഫ്റ്റിങ് നടന്നത്, അല്ലാന്ന് വെച്ചെങ്കിൽ സെൻകോ ആണെങ്കിൽ സ്പോട്ടിൽ ഡെക്കൗട്ടായെന്ന് പറഞ്ഞാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിനെ ആലോചിക്കുകയാണ്. അപ്പോൾ അവൾ മനഃപൂർവ്വം പ്ലാൻ ചെയ്താണ് ഓരോ കാര്യങ്ങൾ ചെയ്തതെന്ന്. ശേഷം നമ്മുടെ സെൻകോയും നമ്മുടെ കോശ്രോയും കൂടി നടന്നു തന്നെയാണ്. അതേസമയം അവരുടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവളിങ്ങനെ ഓടി വന്നിട്ട് സന്തോഷത്തോടെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട്, നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നോട് ഇത്ര സന്തോഷത്തോടെ സംസാരിക്കാൻ പറ്റുന്നത്, ഇന്നലത്തെ ഇൻസിഡൻറ്റ് കൊണ്ട്. അവരാണെങ്കിൽ അതിന് നീയല്ലേ പറഞ്ഞത്, അത് ഞാനൊരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്, മാപ്പൊക്കെ ചോദിച്ചില്ല എല്ലാവരും മുമ്പിൽ വെച്ചു, അതുകൊണ്ടാന്ന് പറയുമ്പോൾ എന്തൊക്കെ വന്നാലും എനിക്കത് ഭയങ്കരമായിട്ട് താങ്ങാൻ പറ്റത്തില്ല. നമ്മുടെ സെൻകോക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം കണ്ടുകൂടില്ല. അതുകൊണ്ട് തന്നെ എന്ത് വന്നാലും എനിക്ക് അത് ക്ഷമിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് കോശ്രയും കൊണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി പോണേണ്. അപ്പോൾ നമ്മുടെ അയോമി ഇങ്ങോട് തന്നെയാണ്, എന്നിട്ട് എനിക്ക് നിന്നോട് തനിച്ചൊരു കാര്യം സംസാരിക്കാണ്ടെന്ന് പറഞ്ഞാണ്. അവിടെ സീൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ക്ലാസ് ലീഡറായ കാക്കയെ സ്റ്റുഡൻസ് എല്ലാവരും എടുത്തിട്ട് ഭയങ്കരമായിട്ട് ആഘോഷിക്കുകയാണ്. ബട്ട് ഇതെല്ലാം കണ്ടിട്ട് കോശ്രോക്ക് ഇഷ്ടപ്പെടില്ല. കോശ്രോ ആണെങ്കിൽ നേരെ കാക്കയുടെ അടുത്ത് വന്നിട്ട് എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം സംസാരിക്കാണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിളിച്ചിട്ട് പോകണം. ഇതേ സമയം നമ്മുടെ ഈ ഒരു അയോമി ആണെങ്കിൽ സെൻകോയും കൊണ്ട് സംസാരിക്കാൻ വന്നിരിക്കുന്നതാണ്. എനിക്കറിയാം നീ ഇത് പ്ലാൻ ചെയ്താണ് എല്ലാം ചെയ്തതെന്ന്, മര്യാദക്ക് ഇതിനുള്ള സൊല്യൂഷൻ നീ പറയണമെന്ന് പറയുമ്പോൾ കെഞ്ചിയാണ് റിക്വസ്റ്റ് ചെയ്യണത്. ബട്ട് ഇവളാണെങ്കിലും മൈൻഡ് വെക്കാതെ പോകുമ്പോൾ നമ്മുടെ അയൂമി ആണെങ്കിൽ ഞാനും കാകയും ഇതേപോലെ കോശ്രോയുടെ അടുത്ത് ഒന്നും പറയത്തില്ല, മര്യാദക്കാണെങ്കിൽ എന്ന് പറയുന്നതാണ്. അപ്പോൾ അവള് ചിരിച്ചിട്ട് അത് ശരിയാണ്,
ഓഹോ, അങ്ങനെ കളി എത്തിയോ? നിനക്കൊരു കാര്യം അറിയോ, അവനതെല്ലാം അറിയാം. പക്ഷേ അവൻ പറഞ്ഞു അവൻ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഭംഗിയുള്ള പെൺകുട്ടി, ഈ ഒരു ശരീരത്തെ മാത്രമാണ്. അതിനകത്ത് ജെൻകോ ഇരുന്നാലെന്താ, അയൂമി ഇരുന്നാലെന്താ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ പാവം നമ്മുടെ ഒറിജിനൽ അയൂമി വളരെ തകർന്ന് തരിപ്പണാവണയാണ്. കാരണം അവൾ യഥാർത്ഥമായിട്ടാണ് നമ്മുടെ കോഷറോ സ്നേഹിച്ചത്. ബട്ട് ഇത് ഫേക്ക് ആണോ അതോ റിയൽ ആണോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ പറയുന്നത് മാത്രമേ നമുക്ക് പോകെ പോകെ അറിയാം. അപ്പോൾ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നേരത്തെ ആ ഒരു ഇരുട്ടുമുറിയിലേക്ക് നമ്മുടെ ജെൻകോയെ കൊണ്ടുപോയിട്ടുണ്ടാവല്ലോ. അപ്പോൾ ഇതേപോലെ ഇരുട്ട് പേടിയാണെന്ന് നോക്കുമ്പോൾ നീ അടുത്തുള്ള എനിക്ക് ഇരുട്ട് പേടിയില്ല എന്നെല്ലാം പറയണല്ലോ. അപ്പോഴാണ് നമ്മുടെ കോഷോ കണ്ടുപിടിച്ചത് ഇതേപോലെ ഇത് അയൂമി അല്ല, ഇത് സെൻകോയാണെന്ന്. സോ നമ്മുടെ അയൂമിക്ക് കുഞ്ഞിലെ മുതലേ ഇരുട്ട് പേടിയാണ്. അപ്പോഴാണ് അവൻ പറഞ്ഞത് എനിക്കിതേപോലെ ശരീരത്തിന് ഭംഗി ഉണ്ടായാൽ മതി, ഔട്ട്ലുക്ക് ഉണ്ടായാൽ മതി. നിന്റെ അകത്ത്, ഈ ശരീരത്തിനകത്ത് സെൻകോ ആയാലെന്ത് അയൂമി ആയാലെന്ന്. ഇതെല്ലാം കാഗയുടെ അടുത്തും പറഞ്ഞാണ്. കാഗയാണെങ്കിൽ ഇതെല്ലാം കേട്ട് ദേഷ്യപ്പെട്ടിട്ട് അവൻ്റെ ഷോൾഡറിൽ കയറി പിടിച്ചിട്ട് നിനക്ക് 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 മനസ്സാക്ഷിയാണ്, ഇതെങ്ങാനും അയൂമി അറിഞ്ഞാൽ അവൾ തകർന്നു പോകത്തില്ല എന്നെല്ലാം പറയുമ്പോൾ അവനാണ് തട്ടുമാറ്റിയിട്ട് എനിക്ക് ഒരു നല്ലൊരു അഴകുള്ള ഒരു ശരീരവും ഔട്ട്ലുക്കും മതി, എന്തായിരുന്നാലും എനിക്ക് വിഷയമില്ല. അതിനുള്ളിൽ സെൻകോ ആയാലും ശരി അയൂമി ആയാലും ശരി, എനിക്ക് വേറൊരു പ്രശ്നമേ ഇല്ല. നീ വേണമെങ്കിൽ അവളെ സപ്പോർട്ട് ചെയ്തോ സഹായിച്ചോ, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പോകണാണ്. അവിടുന്ന് സീൻ കട്ട് ചെയ്തതിനാൽ നമ്മുടെ ഈ ഒരു സെൻകോ ആണെങ്കിൽ രാവിലെ ആ ചീത്ത പറഞ്ഞ ഫ്രണ്ട്സ് ഇല്ലേ, അവരുടെ അടുത്തേക്ക് തന്നെയാണ്. സോറി, ഞാൻ രാവിലെ കുറച്ച് ഹാർഷായിട്ട് നിങ്ങളോട് സംസാരിച്ചു, എന്നോട് ക്ഷമിക്കണം. നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അവരും ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ഇതേപോലെ എന്തോ പറയുകയാണ്. അത് നമ്മളെ കാണിക്കുന്നില്ല. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് ഫ്രണ്ട്സ് ആണെങ്കിൽ ഇതേപോലെ നമ്മുടെ അയൂമിയുടെ അടുത്ത് തന്നെയാണ്. അയൂമിയുടെ അടുത്ത് വന്നിട്ട് നമ്മൾ രാവിലെ നടന്ന കാര്യത്തിനൊക്കെ ക്ഷമിക്കണം, നമ്മളിത് മുതൽ ഫ്രണ്ട്സ് ആണെന്നെല്ലാം പറഞ്ഞാണ്. സോ നമ്മുടെ ഈ ഒരു അയൂമി അത് വിശ്വസിക്കണം. അതുകൊണ്ട് തന്നെ ഒരു ലെറ്റർ ഇതേപോലെ സെൻകോ തന്ന, എന്ന് പറഞ്ഞാൽ അയൂമിയുടെ ബോർഡിലുള്ള സെൻകോ തന്നാന്ന് അവർ കൊടുക്കണം. അത് വായിച്ച് നോക്കുമ്പോൾ കറക്റ്റ് 4 മണിക്ക് തന്നെയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നമ്മുടെ ബോഡി തിരിച്ച് ഷിഫ്റ്റ് ആകാനുള്ള വഴി പറഞ്ഞുതരാമെന്ന് പറഞ്ഞാണ്. ഇത് വിശ്വസിച്ച നമ്മുടെ അയൂമി ആണെങ്കിൽ ഫോണിൽ ടൈം നോക്കിക്കഴിഞ്ഞാലും 3:45 നേരെ എടുത്ത് കുത്തി വിടണം. കുറെ അവിടെ ഇവിടെയൊക്കെ ഓടിക്കഴിഞ്ഞ് ലാസ്റ്റ് കണ്ടുപിടിക്കണം. നമ്മുടെ ഈ ഒരു സെൻകോ ആണെങ്കിൽ നൈസായിട്ട് ആ ഒരു ഹൊറർ ഹൗസ് ഉണ്ടല്ലോ അതിനകത്തേക്ക് കയറിപ്പോയാണ്. കാരണം നമ്മുടെ അയൂമിക്ക് ഇതേപോലെ ഇരുട്ട് പേടിയില്ലേ, ഇവൾക്കാണെങ്കിൽ വേറെ ചോയ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ അവളും പേടിച്ച് അതിനകത്തേക്ക് കയറുവാണ്. നമ്മുടെ സെൻകോ ആണെങ്കിൽ വിടുന്നില്ല, വേറെ ഏതൊക്കെയോ ട്രിക്ക് ഉപയോഗിച്ച് നമ്മുടെ അയൂമിയെ പേടിപ്പിക്കുകയാണ്. അയൂമിക്ക് ഇതിന് മുന്നേ ഒരു ഇൻസിഡന്റ് ഉണ്ടായ സമയത്ത് നമ്മുടെ കോഷറോ ആണ് രക്ഷപ്പെടുത്തിയത്. ഇപ്രാവശ്യവും കോഷറോനെ രക്ഷിക്കുന്നു പറഞ്ഞാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് വിളിച്ച മുന്നിന് അവളും കോഷറോ ആണ് രക്ഷിച്ചതെന്ന് വിചാരിച്ച് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ കാഗയാണ്. നമ്മുടെ കാക്കക്ക് കോഷറോ മെസ്സേജ് ഉണ്ടാവും ഇതേപോലെ പോയി നോക്കുന്നത്. കാക്കയും ഇതെല്ലാം കണ്ട് പതറി എണീറ്റ് വന്ന് നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്, ഇതിനെ പറ്റുമെന്നെല്ലാം പറഞ്ഞ് ശേഷം അവൾക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഒക്കെ വാങ്ങി കൊടുക്കുന്നതാണ്. അപ്പോൾ അവളും ഞാൻ ഇത്ര നാൾ അവൻ എന്നെ റിയലായി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു, പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതെല്ലാം തെറ്റായിരുന്നു എന്ന്. ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നെല്ലാം പറഞ്ഞാണ്. സോ നമ്മുടെ കാക്കയാണെങ്കിൽ അത് അങ്ങനെയൊന്നല്ലായിരിക്കും. ഇനി ചിലപ്പോൾ കോഷറോ ആണ് എന്നോട് ഇതേപോലെ ഇൻഫോം ചെയ്തത്. ചിലപ്പോൾ കോഷറോക്ക് അവളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും എന്നെല്ലാം പറയുമ്പോൾ ഇവളും ഞാനാണ് തെറ്റായിട്ട് ഇതേപോലെ ചിന്തിച്ചെന്ന് പറഞ്ഞ് അവനെ തപ്പി സന്തോഷത്തോടു കൂടിയിട്ട് അങ്ങോട്ടേക്ക് ഓടി തന്നെയാണ്. നമ്മുടെ അയൂമി ആണെങ്കിൽ അപ്പോഴാണ് കോഷറോയും സെൻകോയും കൂടി കിസ് ചെയ്യണമെന്ന് കാണുന്നത്. ഇത് കണ്ട് ഷോക്കായി സങ്കടപ്പെട്ടിട്ട് അവളും നേരെ ഓടാണ്. ഓടി നേരെ വന്ന് ഇടിച്ച് കയറുന്നത് നമ്മുടെ കാക്കയുടെ മേത്തേക്കാണ്. കാക്കയും തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരും ഒന്നായിരിക്കുന്നത് കാണുന്നത്. സോ ഇവള് ഹേർട്ടായിട്ടാണ് ഓടിയെന്ന് മനസ്സിലാക്കിയിട്ട് കാക്കയും ഇറങ്ങി ഓടാണ് പുറകെ. നമ്മുടെ ഈ ഒരു കോഷിറോ വലിയൊരു കളിയാണ് മക്കളെ കളിച്ചിരിക്കുന്നത്. വേറൊന്നുമല്ല, എത്രയൊക്കെ ഇവർ നല്ല ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞാലും നമ്മുടെ ഈ ഒരു കാക്കക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ ഫാൻസ് പവർ. ഇവൻ എത്രത്തോളം പഠിച്ചതെന്ന് പറഞ്ഞാലും അവനാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് പവർ. സോ അത് നമ്മുടെ ഈ ഒരു കോഷിറോക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു അയൂമി എന്ന് പറയണ നമ്മുടെ സെൻകോനെ ഫേക്ക് ആയിട്ടാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം ആ ഒരു ശരീരം മാറുന്നതിനായിട്ട്. അതുകൊണ്ടിട്ട് പറഞ്ഞാണ് എനിക്ക് എങ്ങനെയും കാക്കയുടെ ശരീരത്തിലേക്ക് മാറണം, എന്നിട്ട് വേണം എനിക്ക് നിന്നോട് നന്നായിട്ട് സ്നേഹിക്കാൻ എന്നെല്ലാം പറഞ്ഞാണ്. സോ നമ്മുടെ ഈ ഒരു സെൻകോക്കും ഇവനോട് യഥാർത്ഥ ഇഷ്ടമുള്ളത് കൊണ്ട് ഇവക്ക് താല്പര്യമില്ലാണ്ട് കൂടി യെസ് പറഞ്ഞു. പക്ഷെ ഇവക്കും അത് അറിയത്തില്ല എങ്ങനെ ചെയ്യണമെന്നൊക്കെ. പക്ഷെ എന്നാലും ഇവനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇഷ്ടമാണെന്ന് പറയിപ്പിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ കിടന്ന് കാണിക്കണമല്ല. രണ്ടുപേരും നല്ല കളിയാണ് കളിച്ചിരിക്കുന്നത്. ഇത് ഒടുക്കത്തെ കളിയായിരുന്നാൽ മതി. നമ്മുടെ കാകയാണെങ്കിൽ കഷ്ടപ്പെട്ട് നമ്മുടെ അയൂമിനെ കണ്ടുപിടിക്കുന്നതാണ്. ശേഷം അവളെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡെല്ലാം വാങ്ങിക്കൊടുക്കണം. എന്നിട്ട് നീ സെൻകോയുടെ ശരീരത്തിലിരുന്നാലും അയൂമിയുടെ ശരീരത്തിലിരുന്നാലും നീ എൻ്റെ അയൂമിയാണ്, വേറെ ആർക്കും നിന്നെ ഞാൻ ഇനി വിട്ടുകൊടുക്കത്തില്ല, നിന്നെ ആരും ഇതേപോലെ ശല്യപ്പെടുത്താൻ സമ്മതിക്കത്തില്ല എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞാണ്. അതുകൊണ്ട് നമുക്ക് നാളെ പുറത്തേക്ക് വരുന്ന വയ്ക്കുമ്പോൾ നീ വിളിച്ചാൽ ഞാൻ എവിടെ വേണേലും വരും, എന്നാലേ എനിക്ക് ചോക്ലേറ്റ് നിറയെ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് വാങ്ങി തന്നെ എന്ന് പറഞ്ഞാണ്. നിറയെ നിന്നുണ്ടല്ല എന്ന് പറഞ്ഞിട്ടും കവളത്ത് ഇങ്ങനെ പിച്ചിട്ട്
നീ നിറയെ വിളിച്ചതിനെ പിന്നെയും ഗുണ്ടായി പോകുന്നെല്ലാം പറഞ്ഞു. അവളും സന്തോഷത്തോടുകൂടി അന്ന് രാത്രി വീട്ടിലേക്ക് കൊണ്ടാണ്. അവൾക്കും സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും ഇനി എത്ര നാളാണ് ഈ ശരീരത്തിൽ നിന്ന് ഇരുന്ന് ബുദ്ധിമുട്ടുന്നതെന്നല്ല ആലോചിക്കുന്നത്. ഇതേ സമയം അവളുടെ ഫോണിലേക്ക് ഒരു ലേഡി വിളിക്കുന്നതാണ്. അവളാണെങ്കിൽ ഇതേപോലെ പറഞ്ഞാണ്, എന്താണ് കുഞ്ഞെ ബോഡി തമ്മിൽ ഷിഫ്റ്റ് ആയോ എന്നെല്ലാം ചോദിക്കുന്നതാണ്. സോ ഇത് കേട്ട് നമ്മുടെ ഹീറോയിനും ഞെട്ടനാണ്. ഇനി ബാക്കി എന്ത് നടന്നു, അതേപോലെ ആ വിളിച്ച മിസ്റ്റീരിയസ് ആയിട്ടുള്ള ലേഡി ആരാണ്, അവരിതേപോലെ നമ്മുടെ ഹീറോയിന്റെ പ്രശ്നങ്ങളെല്ലാം തീർക്കോ ഇല്ലയോ എന്നെല്ലാം അറിയണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്വിച്ചിഡ് എന്ന് പറയുന്ന സീരീസ് വാച്ച് ചെയ്യണം. അതിന് നമ്മുടെ മല്ലു ഡ്രാമ ലവർ എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് ആ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യണം. ഇതേ മണ്ടത്തിലൊന്നും കാണിച്ചു വെക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ട് അൺസബ്സ്ക്രൈബും ചെയ്ത് കളയില്ല കേട്ടാ. ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടാ, നിങ്ങൾക്ക് കാര്യമായിട്ട് എടുക്കണ്ടായിരിക്കും, ഇങ്ങനെ ഇടക്കിടക്ക് വട്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് വരാം. നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയ ഈ ഒരു സീരീസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ടെന്ന്. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞാലും മറക്കണ്ട, നമ്മൾ നമ്മുടെ ഇൻട്രോവേൾഡ് ചാനലിൽ ലൈവ് ഉണ്ട്. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ശേഷമാണ്. ഞാനിതേപോലെ ലൈവ് സെക്ഷനിൽ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ആ ഒരു ലൈവിൽ പങ്കെടുക്കുക. ഇത് ഞാൻ നിങ്ങളെ ഹാർദമായിട്ട് ക്ഷണിക്കുന്നു. അങ്ങനെയൊക്കെ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത ഈ ഒരു സീരീസിന്റെ പാർട്ടായിട്ട് കാണുമ്പോഴേയും മല്ലു ഡ്രാമ ലവർ റിട്ടേണിംഗ് ഓഫ് അമീൻ ഗിരി.